ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. നമ്മൾ എഴുതി വയ്ക്കുമ്പോൾ ഫെയിലിയേഴ്സിൻ്റെ സാധ്യതകൾ എവിടെയാണ് ലൂപ്പ് ഹോൾസ് ഉള്ളത്, അത്തരത്തിൽ ലൂപ്പ് ഹോൾസ് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് കൂടെ നമ്മൾ എഴുതണം എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ഈ ഒരു ഗൂഗിൾ ഷീറ്റ് ഞാൻ എൻ്റെ ടീമിൻ്റെ ഇടയിൽ വന്നപ്പോൾ ഗുണം എന്താണെന്നറിയോ? ഇപ്പോൾ ഞാനൊരു ഫോണ് വാങ്ങിച്ചു, ഇപ്പോൾ ആ ഫോൺ എവിടെ ഇരിക്കുന്നു, അത് സ്റ്റോറിനകത്താണോ അതോ ഒരു ഷോപ്പിനകത്താണോ, ആ ഷോപ്പ് തന്നെ വിവിധ ഷോപ്പുകളിലാവാം. ഞാൻ അതെന്ത് ചെയ്തോളൂ, ആ ഫോണിൻ്റെ പേര് എഴുതി കൊടുത്ത് ഈ കളർ വന്നു കഴിഞ്ഞാൽ ഈ കളർ എവിടെയാണ്, ഇന്ന സ്ഥലത്തുണ്ട്. അടുത്ത കളറാണ് ഞാൻ ഓരോന്നിനും ഓരോ കളർ വെച്ച് കൊടുത്തു. അതിന് ആ ഷീറ്റിനകത്ത് ഞാൻ ആ കളർ കൊടുക്കുകയുള്ളൂ. എനിക്കറിയാം അവിടെ എത്തിക്കഴിഞ്ഞില്ല ആ സാധനം. ഇനി അടുത്ത പ്രോസസ്സ് ഇങ്ങോട്ട് വരാൻ, അടുത്ത കളർ മാറുന്നതോടുകൂടി അത് ഇവിടെ എത്തി. ഞാൻ അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കണം അവിടെ അത് എത്തിയോ, എത്ര പീസ് ഉണ്ട്, എന്തുണ്ട്. എൻ്റെ ഒരുപാട് വർക്ക് ഇല്ലാതാവണം. മാത്രമല്ല ഞാൻ എന്ത് ചെയ്യാണ്, സെക്യൂർഡ് ആവുകയാണ്. എനിക്ക് ആ സാധനം അവിടെ എത്തി, അവിടെ വർക്ക് നടക്കുന്നുണ്ട്. ആ വർക്ക് കഴിഞ്ഞ് ഇനിയോ ഷോറൂമിലേക്ക് വന്ന് വിൽപ്പനക്ക് ഓക്കെ ആവും. ഇത് നടക്കുന്നതൊക്കെ ഓൺലി ഒരൊറ്റ ഷീറ്റിൽ ചെറിയ കളർ മാറ്റുന്നതിലൂടെ നമ്മുടെ ബുദ്ധിനെ അതൊക്കെ ഉപയോഗിക്കണം. എന്നിട്ട് എല്ലാവർക്കും പഠിപ്പിക്കണം, ഇന്ന കളർ വന്നാൽ ആ കളറിലോട്ട് നിൻ്റെ വർക്കാണ്. വളരെ ഈസി ആയിട്ട് നമ്മൾ പണ്ടത്തെ സിസ്റ്റം പോലെയല്ല, ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്തു, അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ ഷീറ്റ് തുറന്നാൽ അറിയാം ഇത് എൻ്റെ കോളാണ്, അതിൽ ഞാൻ ഒന്നും ചെയ്യാൻ പാടില്ല, ഇത് എൻ്റെ കോളാണ്, അതിൽ ഞാൻ ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്യുന്ന രീതി. അപ്പോൾ ഇത് നമ്മൾ മനുഷ്യനെ കൊണ്ടേ കഴിയുള്ളൂ ഇത്തരത്തിലുള്ള അപ്ഡേഷൻസൊക്കെ. ഇതിനേക്കാൾ വലുത് ഇപ്പോൾ ചെയ്യുന്ന ആളുകളുണ്ടാവും, ചിലപ്പോൾ ഇതുപോലത്തുള്ള ആളുകൾ ഇതിനേക്കാൾ വലുത് ചെയ്യുന്നുണ്ടാവും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം, ഇതിനേക്കാൾ വലുതുണ്ടെങ്കിൽ ഇങ്ങോട്ട് പറയണം. നമ്മൾ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. നമ്മളീ പറയുന്ന വലിയൊരു സംഭവമായിട്ടൊന്നുമല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതെ, അതായത് എല്ലാവരോടും മനസ്സ് തുറന്ന് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പറയാൻ റെഡിയാണ്, തിരിച്ചിങ്ങോട്ടും. ഇതാണല്ലോ സ്മൈൽ ഡ്യൂഡ്. അതായത് നമ്മളെ ഈ ഒരു വസ്ത്രം എത്ര ആള് കഴിഞ്ഞിട്ടാണ് നമ്മളിലേക്ക് അത് കിട്ടിയത് അല്ലേ? അത് ഇതൊരു വിറ്റ ഒരാളുണ്ട്, അതിന്റെ ലാഭം എടുത്ത ഒരാളുണ്ട്, ഒരുപാട് പേര് ലാഭം എടുത്തിട്ടാണ് ഇപ്പൊ ഈ സംഭവം നമ്മുടെ കയ്യിൽ. ഇതിന്റെ നൂല് എവിടുന്ന് പണിതു, ഇതിന്റെ മുന്നുള്ള വർക്കുകൾ ആര് ചെയ്ത്, ഈ കുടുക്ക് എവിടുന്ന് ഉണ്ടാക്കി, ടെൻസൊക്കെ എവിടുന്ന് ഉണ്ടാക്കി, ഇത് മൊത്തം പല ആളുകളിൽ നിന്ന് കൈമാറിയിട്ടല്ല ഇവിടെ എത്തണം. അപ്പോൾ നമ്മളെ വീഡിയോയും അതുപോലെ തന്നെയാണ്. നമ്മളുടെ ആരുടെയെങ്കിലും ഒരു ബിസിനസിന്റെ ഏതെങ്കിലും ഒരു ഭാഗമാകാൻ നമ്മുടെ ഈ ചർച്ചക്ക് വഴിയൊരുക്കിയാൽ അതും ഒരു സംഭവം തന്നെയല്ലേ, വലിയ സംഭവം. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഗൂഗിൾ ഷീറ്റിനെ കുറിച്ച് പറഞ്ഞു. ഗൂഗിൾ ഷീറ്റ് ഇപ്പോൾ സാധാരണ ഒരു ഷോപ്പ് എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ചിലപ്പോൾ ഒരു സാധാരണ സോഫ്റ്റ്വെയറുകൾ ഒരുപാട് സംഖ്യ കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും, കറക്റ്റ് അല്ല? ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഗുണമാണ്. ഇപ്പോൾ ഞാൻ അതിനൊരുപാട് എക്സ്പെൻസ് മുടക്കണ്ടേ, ഞാൻ അതിനൊരു കമ്പ്യൂട്ടർ വാങ്ങണ്ടേ. പക്ഷെ ഇതൊക്കെ അനിവാര്യമായ സമയങ്ങളിലൊക്കെ നമ്മൾ അനിവാര്യമാക്കണം. എങ്കിലും സാധാരണക്കാരന് ഒരാൾ കമ്പ്യൂട്ടർ വാങ്ങി, അതിലൊരു സോഫ്റ്റ്വെയർ വാങ്ങി, അവിടെ ഒരു 3-4 സ്റ്റാഫ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ സ്റ്റാഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഷീറ്റിൻ്റെ ഉപയോഗം എവിടെയെന്ന് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റാഫിന് ഇതെന്ത് ചെയ്യാൻ പറ്റും, ഈ ഷോപ്പിൽ എന്തൊക്കെയുണ്ട് എന്ന് കൃത്യമായി അവർക്ക് അവരുടെ ഫോണിൽ അറിയാൻ പറ്റുകയാണ്. ഒരിക്കലും ആ കമ്പ്യൂട്ടറിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ സാധാരണക്കാരുടെ ഷോപ്പ് ചിലപ്പോൾ ഇടുങ്ങിയതാവാം, അപ്പോൾ അവിടെ 2-3 സ്റ്റാഫ് ഉണ്ടാവും. ആ 3ാമത്തെ സ്റ്റാഫ് ആ തലയ്ക്ക് നിൽക്കണം. ആ തലക്കുള്ള ആൾക്ക് ഇവിടേക്ക് വരണമെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. ഒന്ന് കമ്പ്യൂട്ടർ നോക്കണമെങ്കിൽ ബുദ്ധിമുട്ടാവും. അല്ലെങ്കിൽ ഒരാളോട് ചോദിക്കുകയാണ്, എത്ര സ്റ്റോക്ക്, എത്ര ഉണ്ട്, ഇന്ന മോഡൽ എത്ര ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അത് ചിലപ്പോൾ ഓപ്പോസിറ്റ് നമ്മൾ കസ്റ്റമർ നല്ല രീതിയിലുള്ള ഒരു കസ്റ്റമർ ഉണ്ട് എങ്കിൽ, ഒരു എക്സാമ്പിൾ ചിലവരൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുവരായിരിക്കും കസ്റ്റമർ. ചിലപ്പോൾ ചില സൗണ്ടുകൾ കേൾക്കുമ്പോൾ അവരുടെ ഫ്ലോ പോകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഫ്ലോ പോകും. സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കണം എത്ര സ്റ്റോക്ക് ഉണ്ട്, ഈ ലെവലിൽ നമ്മൾ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഡീൽ ചെയ്യുന്ന ആളുടെ ഫ്ലോ പോകും. ഇവിടെ ഗൂഗിൾ ഷീറ്റിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊന്നും നമ്മൾ നിൽക്കണ്ട. നമ്മുടെ ഫോണിലൊരു മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് വരെ ആ കമ്പനി ആ വ്യൂ തരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ഇന്ന സ്ഥലത്ത് ഇന്ന മോഡൽ ഇന്ന വിലയാണ്, ആ രീതിക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഒരു സാധാരണ ഒരു കച്ചവടക്കാരനാണെങ്കിൽ അവർക്ക് ഈ ഗൂഗിൾ ഷീറ്റ് ഉപയോഗിച്ച് ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ അവർക്ക് ഇനി അത് കഴിഞ്ഞ് 2 ബ്രാഞ്ചുള്ള ഒരാളാവട്ടെ, 3 ബ്രാഞ്ചുള്ള ആളാവട്ടെ, അവർക്കൊക്കെ ഓരോരുത്തർക്കും സ്റ്റോക്ക് അറിയാനും അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് അറിയാനും അല്ലെങ്കിൽ അതിൻ്റെ ഏത് രീതി എന്താണ് അറിയണമെങ്കിലും അവർക്കൊക്കെ ഓരോ കമ്പ്യൂട്ടർ മേടിച്ചു കൊടുക്കുന്നതിന് പറ്റും. ഈ ഗൂഗിൾ ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉപയോഗമാണ് അതുകൊണ്ടുണ്ടാകും. തീർച്ചയായിട്ടും. നമ്മളിപ്പം സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്തു എഴുതി വയ്ക്കണം എന്ന് പറഞ്ഞു, നമ്മളെല്ലാ പ്രോസസ്സും എഴുതി വയ്ക്കണം എന്ന് പറഞ്ഞു. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. നമ്മൾ എഴുതി വയ്ക്കുമ്പോൾ
ഫെയിലിയേഴ്സിൻ്റെ സാധ്യതകൾ, എവിടെയാണ് ലൂപ്പ് ഹോൾസ് ഉള്ളത്, അത്തരത്തിൽ ലൂപ്പ് ഹോൾസ് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് കൂടെ നമ്മൾ എഴുതണം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ നല്ല കാര്യങ്ങളും നമ്മളുടെ പ്രോസസ്സ് മാത്രമാണ് നമ്മൾ എഴുതാറുള്ളത്. ഒരു എക്സെപ്ഷണൽ കേസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ അത് മറ്റൊരു തരത്തിൽ പറയാം, ഹനീഫിക്കൊപ്പം സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യാണ്, എവിടെയാണ് ഈ സിസ്റ്റം ഫെയിലിയർ ആവാനുള്ള സാധ്യത? മൊത്തം സിസ്റ്റമാണ് ഉദ്ദേശിച്ചത്, ഏതെങ്കിലും ഒരു സ്പെസിഫിക് സ്ഥലത്തുള്ള ഒരു ഫെയിലിയർ ആണ് ഉദ്ദേശിക്കുന്നത്? എങ്ങനെ ആയിക്കോട്ടെ, ഒരു ഫെയിലിയർ എന്താണ് അതിലോട്ട് ഫെയിലിയർ വരാനുള്ളത്? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ എംപ്ലോയി എൻ്റർ ചെയ്തിട്ടില്ലേ അവിടെ ഫെയിലിയർ വരാം, ഡാറ്റ എൻ്റർ ചെയ്തിട്ടില്ലേ ഫെയിലിയർ വരാം, അല്ലേ? ശരിയല്ലേ? എംപ്ലോയി തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫെയിലിയർ വരാം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം ഇത്തരത്തിൽ എന്തൊക്കെ ഫെയിലിയേഴ്സ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, ഇതിൽ ഏത് സിസ്റ്റത്തിലും ഫെയിലിയർ വരാം. മാത്രമല്ല, എവിടെയെങ്കിലും ഫെയിലിയർ വന്നാൽ മൊത്തം പിന്നെ പ്രശ്നം, അത് അവിടെ സ്റ്റെക്കാവും. ഞാൻ പലതും ഇപ്പോൾ പർച്ചേസ്, സെയിൽ, അതൊക്കെ ഒരു സർക്കിളാണ്. എൻ്റെ സിസ്റ്റത്തിലെല്ലാം സർക്കിളാണ്. പല ആളുകൾ ചെയ്ത് ഇങ്ങനെ അതിന് ക്ലോസ് ആവുള്ളൂ, വീണ്ടും ഇവിടെ നിന്ന് ക്ലോസ് ചെയ്യും. അതിലിപ്പോൾ ഒരാൾ ഇപ്പോൾ ഇൻവെൻട്രി ഇപ്പോൾ പർച്ചേസ് ചെയ്ത സാധനം അവന് ഇത് കയറ്റിയില്ല, അവിടെ സ്റ്റെക്കാവും. അവന് ചെയ്യേണ്ട ഷീറ്റുകൾ പൂരിപ്പിച്ചില്ല, അവിടെ സ്റ്റെക്ക്. പിന്നെ അപ്പുറത്തേക്ക് അത് പോവില്ല, അവന് പിന്നെ ഷോപ്പിലേക്ക് എത്തില്ല. അങ്ങനെ റൗണ്ടിങ് ആണ്. അപ്പോൾ ഫെയിലിയേഴ്സ് വരും. ഒരാളത് ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പനി അപ്പം എഫക്റ്റ് ചെയ്യും, അറിയും നമുക്ക് ഇന്നോടത്താണ്. ഇപ്പോൾ ഒരാൾ എന്നെ വിളിച്ചിട്ട് നമ്മൾക്ക് കംപ്ലൈൻറ്റ് ബോക്സ് ഉണ്ട്. ഞാൻ എൻ്റെ ടീമിന് എല്ലാവർക്കും ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് പുറത്ത് പറയാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ബോക്സിന് എഴുതാം. അവളും ഷീറ്റ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അവരത് എഴുതി കഴിഞ്ഞാൽ ഞാനും വേറൊരാളും മാത്രമേ ഇത് കാണൂ. അപ്പോൾ അവർ പറയുന്ന സാധനം ശരിയാണോ എന്ന് എനിക്ക് അവിടെ നോക്കാൻ പറ്റും. ഷീറ്റ് തുറന്നാൽ അത് ഇന്ന സമയത്ത് ഓർഡർ കൊടുക്കണം, ഇതിന് മുമ്പ്. അത് കഴിഞ്ഞാൽ ഇൻവെൻട്രി അതിൽ നിന്ന് നോക്കിയിട്ട് ആവശ്യമുള്ളതാണെന്ന് സ്പെസിഫൈ ചെയ്ത് പർച്ചേസർക്ക് സെൻഡ് ചെയ്യാം. എന്നിട്ട് പർച്ചേസർ അത് ഇപ്പോൾ ഇവന് സാധനം കിട്ടിയില്ല എന്നാണ് പറയാം. അപ്പോൾ ഞാൻ ആദ്യം നോക്കുക, ഫസ്റ്റ് ആ റൗണ്ട് സർക്കിളാണ്, എവിടെയാണ് ഫെയിലിയർ വന്നതെന്ന് നോക്കും, അവിടെ ഇടപെടും, എന്നിട്ട് അവിടുന്ന് തുറന്നു പോകും. അപ്പോൾ പിന്നെ മൊത്തത്തിൽ പിന്നെ പോകും. ഇതാണ് ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ചെയ്യുന്ന വർക്ക്. അവിടെ ഞാൻ ചെന്ന് ഇടപെടും. ഇത് മാത്രമല്ല, ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇന്നോടത്താണ് സംഭവിച്ചത് എന്ന് എനിക്ക് വ്യക്തമായി കിട്ടും. പണ്ട് കിട്ടില്ല, അവന് കിട്ടിയില്ല എന്ന് എനിക്കറിയുള്ളൂ. എവിടെയാണ് ഫെയിലിയർ വന്നത് എനിക്കറിയില്ല. ഇന്ന് എനിക്ക് ഏത് ഭാഗത്ത് എങ്ങനെ സംഭവിച്ചു, അത് സംഭവിച്ചത് കൊണ്ടാണ് ഇവൻ്റെ ഈ കംപ്ലൈൻറ്റ് എനിക്ക് വന്നത് മനസ്സിലാക്കാൻ ഒരു ഡാഷ്ബോർഡിൽ നിന്ന് എനിക്ക് കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സിസ്റ്റം ഫെയിലിയേഴ്സ് ഫെയിലിയേഴ്സ് വരും എന്നുള്ളത് കൊണ്ട് നമ്മളത് ചെയ്യാണ്ടിരിക്കരുത്. ഫെയിലിയേഴ്സ് വരും എന്നുള്ള ആ വരുന്നതെല്ലാം തന്നെ നമ്മൾ ഓട്ടം അടച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ലീക്കേജ് വരുന്നുണ്ട്, ആ ലീക്കേജ് അടയ്ക്കുന്നു എന്നുള്ളതാണ്. ഇടയിൽ കയറാം. അതായത് ഞാൻ ഇപ്പോഴത്തെ കേട്ടൊരു തമാശ രൂപത്തിൽ കിട്ടിയതാണ്. കള്ളനോട്ട് നമ്മളെ കയ്യിൽ കള്ളനോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കള്ളനോട്ട് വരും എന്ന് കരുതിയിട്ട് പിന്നെ നോട്ട് മൊത്തം എടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അത് പറ്റില്ല. കറക്റ്റ് അല്ലേ? ഞാൻ ഇപ്പോഴത്തെ കിട്ടിയ ഒരു സംഭവമാണ്. ഭയങ്കര ഞാൻ ഒരുപാട് ആലോചിച്ച് ചിരിച്ചു പോയ സംഭവമാണ്. ശരിയാണല്ലോ അല്ലേ? കാരണം നമുക്കൊരു ഫെയിലിയർ, അത് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തു, അത് ഫെയിലായി എന്ന് കരുതിയിട്ട് അത് തീരെ ചെയ്യണ്ട എന്നുള്ള അവസ്ഥയ്ക്ക് നമുക്ക് പോകാൻ പറ്റൂല. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് അതിലും സൈക്കോളജി ഉണ്ട് നിയാസ്ക. നമ്മളുടെ മനസ്സ് ഏറ്റവും കൂടുതൽ നമ്മളോട് പറയുന്നത് യെസിനേക്കാൾ കൂടുതൽ നോ ആണ്. എന്ത് കാര്യം നമ്മൾ ചെറുപ്പം നമ്മളുടെ പേരൻസിൽ നിന്നും നമ്മൾ കാലാകാലങ്ങളായിട്ട് കിട്ടിക്കൊണ്ട് അത് ചെയ്യണോ, നോ, ആദ്യം പറയുന്നത് നോ ആയിരിക്കും. ചിന്തിക്കുക പോലും ചെയ്യില്ല. മനസ്സിലായില്ലേ? നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാതെയാണ് ഫസ്റ്റ് തിങ് നമ്മുടെ മൈൻഡിൽ വരുന്നത് നോയാണ്. ഒരു സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലോട്ട് തീർച്ചയായിട്ടും അതൊന്നും നടക്കില്ല, വിശ്വാസം നോ. കാലങ്ങളായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് സൈക്കോളജി. അങ്ങനെയാണോ നമ്മളെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? അല്ല, അത് അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാഹചര്യങ്ങൾക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ കഴിയും. ഇതുകൊണ്ടാണ് റിച്ച് പീപ്പിൾ റിച്ച് ആയിട്ടിരിക്കുന്നതും പുവർ പീപ്പിൾ പുവർ ആയിട്ടിരിക്കുന്നത്. റിച്ച് പീപ്പിൾ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അവരതിന് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. ഇതൊരു എക്സ്പെൻസ് ആണോ, അവരെ എക്സ്പെൻസ് ആണ് എന്നതിനേക്കാൾ ഉപരി ഇതിന് എങ്ങനെ ഒരു ഇൻകം ആക്കി മാറ്റാൻ പറ്റും. നമ്മളവിടെ എക്സ്പെൻസ് നോ വെട്ടിച്ചുരുക്കാൻ നോക്കും, അവസരങ്ങൾ വെട്ടിച്ചുരുങ്ങുകയും ചെയ്യും. ഇത് നമ്മളുടെ നേച്ചറാണ്. നമ്മൾ സംസാരിച്ചു വരുന്ന ചെറുകിട ബിസിനസ് ആവുമ്പോൾ എപ്പോഴും ഈ നോ ആണ് ആദ്യം നമ്മുടെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ആക്സെപ്റ്റൻസ്, മിസ്റ്റേക്സ് വരുന്നുള്ള ആക്സെപ്റ്റൻസ് മാത്രമല്ല, ഇപ്പോൾ ഹനീഫിക്ക് അത് കറക്റ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് ഹനീഫിക്ക് കറക്റ്റ് ചെയ്തത്?
ഹനീഫിക്കയ്ക്ക് ക്ലാരിറ്റി ഉണ്ട്. എവിടെയാണ് അതിന്റെ പ്രോബ്ലം ആദ്യം എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. രണ്ടാമത്തത് ഡാഷ്ബോർഡ് ഇല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല. രണ്ടാമത്തത് ഹനീഫിക്ക അത് ഒരു ഓണ്ടർപ്രണർ പോലെ ചിന്തിച്ചു. മൂന്നാമത്തത് ഹനീഫിക്ക അത് കറക്റ്റ് ചെയ്യാനുള്ള ആക്ഷൻസ് എടുത്തു. നാലാമത്തത് ഹനീഫിക്കയ്ക്ക് അറിയാം ആ സിസ്റ്റം എങ്ങനെ ഫങ്ഷൻ ചെയ്യണമെന്നുള്ളത്. ആ സിസ്റ്റത്തിൽ ഹനീഫിക്ക ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും ഇത്? കഴിയില്ല. ക്ലാരിറ്റി ഉണ്ടെങ്കിൽ പോലും കണ്ടുപിടിക്കില്ല. അതിന് പ്രയോറിറ്റി കൊടുത്തു. അപ്പം നമ്മൾ എസ്പെഷ്യലി ചെറിയ ബിസിനസ് ആയിരിക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലൊരു സിസ്റ്റം ആകുന്ന പോലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കഴുതയെ പോലെ നമ്മൾ പണിയെടുക്കേണ്ടി വരും. എന്താ പണിയെടുക്കേണ്ടത്? ഈ സാധനങ്ങൾ വിറ്റ് കൊടുക്കുക അല്ലെങ്കിൽ എടുക്കുക എന്നുള്ളതല്ല. നമ്മളുടെ ടീമിലുള്ള ആളുകളെ ഈ സിസ്റ്റത്തിലോട്ട് കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും ഭാരമേറിയ ദൗത്യം എന്ന് പറയുന്നത്. കാരണം അവരാണ് തൂണ്. അതെ.